പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നും ജംഗ്ഷനിൽ ട്രാഫിക് പോലീസ് യൂണിറ്റിനെ അനുവദിക്കണമെന്നും ഡിവൈഎഫ്ഐ ചെറുവായ്ക്കര മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പൊന്നാനിയിൽ നടന്ന സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു. പൊന്നാനിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനായി ട്രാഫിക് പോലീസ് യൂണിറ്റ് അനുവദിക്കുവാൻ ഡിവൈഎഫ്ഐ ചെറുവായ്ക്കര മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുണ്ടുകടവ് ജംഗ്ഷനിലെ സഖാവ് പുഷ്പൻ നഗറിൽ വെച്ച് നടന്ന സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏതാണ്ട് 17% വരുന്ന മുസ്ലിങ്ങളിൽ 1% പോലും ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല. പക്ഷേ ഇയാള് സ്വയം റെപ്രസെന്റേറ്റീവായിട്ട് വന്ന് ഈ കാര്യം അവതരിപ്പിക്കുന്നു. അതോടുകൂടി അത് വൈറലായി ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിലൂടെ ചെയ്യാം. ഒന്ന്, ഈ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇയാളെ മൈൻഡ് ചെയ്യാതിരിക്കാം. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അയാളെ പാടായി എന്ന് മൈൻഡ് ചെയ്യാതിരിക്കാം. ഇവർ നേരെ പോയി ഈ വിഷയം കത്തിക്കുകയാണ്. അതോടുകൂടി പൊതുസമൂഹത്തിൽ ചർച്ച ഡെവലപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ടീം എന്ന് ഒരു വിഭാഗത്തിൽ പ്രത്യേക രീതിയിലുള്ള വൈകാരികത മറുവിഭാഗത്തോട് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് ഒരു ചെറിയൊരു ഉദാഹരണം, നന്മയുടെ പരസ്പര സ്നേഹത്തിൻ്റെ പരസ്പര കരുതലിൻ്റെ മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു മാനസികമായ ഇഴയെടുപ്പത്തിൻ്റെ ചിന്തയായി പ്രതീകമായി മലയാളി സമൂഹം മുഴുവനും ഈ പ്രത്യേക കാലഘട്ടത്തിൽ ആ രീതിയിൽ കാണുന്ന ഒരു സംഭവം 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് തീർത്തും സങ്കുചിത ഉണ്ടായിരുന്നുള്ളത് ഒരു ഉദാഹരണം. കെ വി സനോജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വി രാഹുൽ പ്രവർത്തന റിപ്പോർട്ടും കെ പി സുകേഷ് രാജ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡിവൈഎഫ്ഐ ചെറുവായ്ക്കര മേഖലാ സെക്രട്ടറി അജയ് കെ സിയെയും പ്രസിഡന്റായി പി ഷാഹുൽ ഹമീദിനെയും ട്രഷററായി ഇബ്രാഹിംകുട്ടിയെയും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ തേജസ് കെ ജയൻ, ഷിജുലേഷ്, പി അലി, രജീഷ് ഉപ്പാല, കെ ഗണേശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി.